ചരിത്രം കുറിച്ച് സുനിത വില്യംസ് അടങ്ങിയ ക്രൂ 9 നാലംഗ സംഘം ഭൂമിയിൽ തിരിച്ചെത്തി. ഇന്ന് പുലർച്ചെ 3:27ഓടെയാണ് മെക്സിക്കോ ഉൾക്കടലിൽ സംഘം ലാൻഡ് ചെയ്തത്. 9 മാസം നീണ്ട ബഹിരാകാശവാസം അവസാനിപ്പിച്ചാണ് സുനിത വില്യംസും സംഘവും ഭൂമിയിലെത്തിയത്. 9 മാസം നീണ്ട ബഹിരാകാശവാസം അവസാനിപ്പിച്ചാണ് സുനിത വില്യംസും സംഘവും ഭൂമിയിലെത്തിയത്. ഇന്ത്യൻ സമയം ബുധനാഴ്ച പുലർച്ചെ 3:27ഓടെ സുനിത വില്യംസ്, ബുച്ച് വിൽമോർ, നിക് ഹേഗ്, അലക്സാണ്ടർ ഗുർബുനോവ് എന്നിവരടങ്ങുന്ന നാലംഗ സംഘം സുരക്ഷിതമായി ഡ്രാഗൺ പേടകത്തിൽ മെക്സിക്കൻ ഉൾക്കടലിൽ ലാൻഡ് ചെയ്തു. സ്പേസ് റിക്കവറി കപ്പൽ പേടകത്തിന് സമീപം എത്തി യാത്രികരെ ഇതിലേക്ക് മാറ്റി. സ്ട്രക്ചറിലാണ് യാത്രികരെ പുറത്തിറക്കിയത്. ആദ്യം ഇറങ്ങിയത് നിക് ഹേഗ്. മൂന്നാമതായാണ് സുനിത വില്യംസ് പേടകത്തിൽ നിന്നും പുറത്തിറങ്ങിയത്. ഇവരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം ഹൂസ്റ്റണിലെ നാസയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി. ബഹിരാകാശത്ത് ഗുരുത്വാകർഷണമില്ലാതെ കഴിഞ്ഞതിനാൽ ഭൂമിയിലെ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടുവാനുള്ള പരിശീലനവും നൽകും. ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകത്തിലാണ് സുനിതയടങ്ങുന്ന സംഘം 2024 ജൂണിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോയത്. സ്റ്റാർലൈനർ പേടകത്തിൽ മനുഷ്യനെയും വഹിച്ചുള്ള ആദ്യ പരീക്ഷണത്തിന്റെ ഭാഗമായായിരുന്നു യാത്ര. ഒരാഴ്ചയ്ക്കുള്ളിൽ മടങ്ങി വരികയായിരുന്നു ലക്ഷ്യമെങ്കിലും പേടകത്തിന്റെ സാങ്കേതിക തകരാർ മൂലം മടക്കയാത്ര വൈകുകയായിരുന്നു. പേടകത്തിന്റെ ത്രസ്റ്ററുകൾക്കുണ്ടായിരുന്ന തകരാറുകളും ഹീലിയം ചോർച്ചയുമാണ് പ്രശ്നമായത്. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെ താമസം നീണ്ടതോടെ അവിടുത്തെ കമാൻഡന്റിന്റെ ചുമതലയും സുനിത വില്യംസ് ഏറ്റെടുത്തിരുന്നു. സുനിതയുടെയും സംഘത്തിന്റെയും യാത്ര വൈകിയത് രാഷ്ട്രീയ വിവാദങ്ങൾക്കും കാരണമായി. സംഘത്തെ ബൈഡൻ ഭരണകൂടം ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാദിച്ചത്. എന്നാൽ നാസ ഇത്തരം വാദങ്ങളെ ശക്തമായി നിരാകരിച്ചു. സ്പേസ് എക്സുമായി സഹകരിച്ചാണ് നാസ ഇപ്പോൾ യാത്രികരെ തിരികെ കൊണ്ടുവന്നത്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.